ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം സോളിഡ് ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ്, അതായത് ഒരു സോളിഡ് എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻ ആയി കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഇനി അതെല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോ. A pentagonal prism having base edge 30 mm, and height 55 mm is resting on the ground on one of its base edge, with its axis inclined at 40 degree to HP, and the base edge on which it is resting inclined at 50 degree to VP. Draw the projection of the solid. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയോ? ആ, പറഞ്ഞോ. എന്ത് പറ്റി? ആദ്യം വെച്ച് കട്ടായി പോകുന്നു. എന്തോന്ന്? ഞാൻ എൻ്റെ റെക്കോർഡിങ് നാളത്തേക്ക് ഞാൻ എൻ്റെ റെക്കോർഡിങ് ഒന്നുകൂടെ ഇടാം, എന്നിട്ട് അതിൻ്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അതൊന്നുകൂടെ ചെയ്തിട്ടായി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പം പെൻറ്റഗണൽ പ്രിസമാണ്, ബേസ് എഡ്ജ് 30, ഹൈറ്റ് 55. അത് ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യണം. എന്തിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഗ്രൗണ്ടിൽ അത് എന്തിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇനി അത് എച്ച് പി ആയിട്ട് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ആക്സിസ് ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ആക്സിസ് ആണ് എച്ച് പിയുമായിട്ട് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അത് ബേസ് എഡ്ജാണ് തറയിൽ മുട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആക്സിസ് ആണ് എച്ച് പിയുമായിട്ട് 40 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നത്. ഇനി ബി പിയുമായിട്ടുള്ള ഇൻക്ലിനേഷൻ എന്താണ്? ബി പിയുമായിട്ട് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഏതാണ്? ഹലോ, ടോപ്പ് വ്യൂ നല്ലപോലെ പറഞ്ഞേക്കുന്നത് വായിച്ചു നോക്കി. ബി പിയുമായിട്ടുള്ള ഇൻക്ലിനേഷൻ എന്താണ്?
ഇതാണ് ദ ബേസ് എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് ഈസ് റെസ്റ്റിംഗ്. ഏത് ബേസ് എഡ്ജ് ആണോ തറയിൽ മുട്ടിയിരിക്കുന്നത് ആ ബേസ് എഡ്ജ് വേണം ബി പിയുമായിട്ട് 50 ഡിഗ്രി ചരിക്കാൻ. നേരത്തെ ക്വസ്റ്റ്യന് നമുക്ക് ആക്സിസിൻ്റെ ടോപ്പിലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏത് ബേസ് എഡ്ജിലാണോ അത് റെസ്റ്റ് ചെയ്യുന്നത്. അതിപ്പം ചരിച്ചു വയ്ക്കുമ്പോൾ, അതായത് എച്ച് പി ആയിട്ട് ഇൻക്ലൈൻ ചെയ്തിരിക്കുമ്പോൾ അത് ഒരു ബേസ് എഡ്ജ് ആയിരിക്കും തറയിൽ മുട്ടിയിരിക്കുന്നത്. ആ ബേസ് എഡ്ജ് തന്നെ നമുക്ക് വി പി ആയിട്ട് ഇൻക്ലൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗർ എങ്ങനെയായിരിക്കും? ഇത് കറക്റ്റാണോ? ഇപ്പോൾ വരച്ചേക്കുന്നത് കറക്റ്റാണോ? ഫസ്റ്റ് ഫിഗർ ഇങ്ങനെയാണോ വരുന്നത്? ആണോ? ആ അല്ല, ഇപ്പം ഇപ്പം കറക്റ്റായോ? ഇപ്പം കറക്റ്റാണോ? ആണോ? ഇപ്പം ഫിഗർ കറക്റ്റാണോ? ആണോ അല്ലേ? ഒരു ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏത് സൈഡിലാണ് വരേണ്ടത്? അതായത് ഞാൻ 2 കേസ് പറഞ്ഞു. അതായത് ലാറ്ററൽ ഫേസ് ഇൻക്ലൈൻ ടു എച്ച് പി വരുമ്പോൾ എങ്ങനെ വരണമെന്ന് പറഞ്ഞു, ലാറ്ററൽ എഡ്ജ് ഇൻക്ലൈൻ ടു എച്ച് പി വരുമ്പോൾ എങ്ങനെ വരണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ലാറ്ററൽ ഫേസ് ഇൻക്ലൈൻ ടു എച്ച് പി വരുമ്പോഴത്തേക്കും ഏത് സാധനമാണ് ഗ്രൗണ്ടിൽ മുട്ടിയിരിക്കുന്നത്? ലാറ്ററൽ ഫേസ് ഇൻക്ലൈൻ ടു എച്ച് പി വരുമ്പോൾ സോളിഡിൻ്റെ ഏത് ഭാഗമാണ് ഗ്രൗണ്ടിൽ മുട്ടിയിരിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞതാ, ബേസ് എഡ്ജാണ് തറയിൽ മുട്ടിയിരിക്കുന്നത്. അപ്പം ഈ സൈഡിൽ ബേസ് എഡ്ജ് വരണം. ഉണ്ടോ? ഇവിടെ ബേസ് എഡ്ജ് വന്നാലേ ഈ ബേസ് എഡ്ജ് തറയിൽ മുട്ടി വരത്തുള്ളൂ. ക്ലിയർ ആണോ? അപ്പം ഈ സൈഡിൽ എഡ്ജ് വരണം. ഇനി ഈ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ ആയിരുന്നെങ്കിൽ ഈ കോർണർ, ഈ സൈഡിൽ കാണുന്ന ഈ കോർണർ ഇപ്പുറ സൈഡ് വരണം. പക്ഷെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ബേസ് എഡ്ജ് എന്നായതുകൊണ്ട് ബേസ് എഡ്ജ് അപ്പുറം പോകുന്ന രീതി വരയ്ക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇനി തന്നെ നമുക്ക് പേര് കൊടുക്കാം. ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇതാണ് ഇതിൻ്റെ പേര്. അതെ, ലാറ്ററൽ ഫേസ് ഇൻക്ലൈൻഡ് ആകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ്. നമ്മൾ എപ്പോഴും ലാറ്ററൽ ഫേസ് എച്ച് പിക്ക് ഇൻക്ലൈൻ ചെയ്യുന്ന സമയത്ത് ബേസ് എഡ്ജ് ഗ്രൗണ്ടിൽ മുട്ടിയിരിക്കും. ക്ലിയർ ആണോ? അതായത് നമ്മൾ ലാറ്ററൽ എഡ്ജ് ഇൻക്ലൈൻ ചെയ്ത് വരുന്ന സമയത്ത് കോർണർ തറയിൽ മുട്ടുന്നുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ കോർണർ വരയ്ക്കുന്നത്. ഇവിടെ ബേസ് എഡ്ജ് തറയിൽ മുട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ ബേസ് എഡ്ജ് വരും. ഓക്കെ, അത് ഓർത്ത് വെച്ചോളണം കേട്ടോ. ഇത് ഞാൻ അന്നൊരിക്കൽ പറഞ്ഞായിരുന്നു, ഓർക്കാത്ത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഈ പോയിന്റ് പേരെന്താ? C3. ഫസ്റ്റ് ഫിഗറിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന്, ലാറ്ററൽ ഫേസോ ലാറ്ററൽ ഫേസ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ സൈഡ് എഡ്ജ് വരണം. റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ്, ബേസ് ഗ്രൗണ്ടിൽ ബേസ് എഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ ഫിഗർ തന്നെ വരും. ഇനി ലാറ്ററൽ എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി വന്നാൽ ഈ സൈഡ് കോർണർ വരണം. അതേപോലെ റെസ്റ്റിംഗ് ഓൺ കോർണർ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് കോർണർ വരണം. ഇത് ഓർത്ത് വെച്ചോളണം, മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫിഗറിൽ നിന്ന് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാ പേരുകളും ഞാൻ കൊടുത്തു. ഇനി ഇപ്പോഴത്തെ ഫിഗർ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ഫിഗർ എല്ലാവർക്കും വിസിബിൾ ആണോ? ഇതിൽ ഏത് അതായത് നമ്മൾ ചരിച്ച് കഴിയുമ്പോൾ ഏത് ബേസ് എഡ്ജ് ആയിരിക്കും തറയിൽ മുട്ടിയിരിക്കുന്നത് പറയാമോ? ഇത് നമ്മൾ ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബേസ് എഡ്ജ് ആയിരിക്കും തറയിൽ മുട്ടിയിരിക്കുന്നത്? ബി സി അല്ല. ഓക്കെ, അത് നമുക്ക് നോക്കാം അവിടെ എത്തുമ്പോഴത്തേക്ക്. സി ഡി അല്ല.
അപ്പോൾ നമ്മളതിനെ പ്രൊജക്റ്റ് ചെയ്യണം. എല്ലാ പോയിന്റുകളും നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ ബാംഗ്ലൂർ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിതിന് പേര് കൊടുക്കുകയാണ്. ഇതിൻ്റെ പേരെന്താ? ഈക്കോ എ ഡാഷ്. അത് എ ഡാഷ്. ഇതിൻ്റെ പേരെന്താ? 1 ഡാഷ്. ഇതിൻ്റെ പേരെന്താ? സി ഡാഷ് ബ്രാക്കറ്റ് ഡി ഡാഷ്. ഇതിൻ്റെ പേരെന്താ? 3 ഡാഷ് ഇത് ബി ഡാഷ് ബ്രാക്കറ്റ് ഇ ഡാഷ്. ഇത് ഡാഷ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ചരിക്കാൻ പോവുകയാണ്. ഓക്കെ, ചരിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബേസ് എഡ്ജുകളുടെ എല്ലാം പേരെന്ന് പറയാമോ? എല്ലാ ബേസ് എഡ്ജുകളുടെയും പേര് പറയാം. എ ബി, പിന്നെ ബി സി, സി ഡി, ഡി ഇ, എ. പിന്നെ വേറെ ഉണ്ടോ? 1 2 2 3 3 4 4 5 5 1. അപ്പം ഇത്രയാണ് നമുക്ക് ബേസ് എഡ്ജുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചരിക്കാൻ പോകണം. അപ്പോൾ നമുക്കിപ്പോൾ ബേസ് എഡ്ജുകളുടെ എല്ലാം പേര് മനസ്സിലായി. അതായത് എ ബി, ബി സി, സി ഡി, ഡി ഇ, എ. പിന്നെ അതേപോലെ 1 2 2 3 3 4 4 5 5 1. ഇത്രയാണ് നമുക്ക് ബേസ് എഡ്ജുകളുള്ളത്. ലാറ്ററൽ എഡ്ജ് ഏതൊക്കെയാണുള്ളത്? ലാറ്ററൽ എഡ്ജുകൾ ഏതൊക്കെയാണ്? എ ഡാഷ് 1 ഡാഷ്, പിന്നെ ബി ഡാഷ് 2 ഡാഷ്, സി ഡാഷ് 3 ഡാഷ്, ഇ ഡാഷ് 5 ഡാഷ്, ഡി ഡാഷ് 4 ഡാഷ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലാറ്ററൽ എഡ്ജസ് ആയിരുന്നു. ബാക്കിയെല്ലാം ബേസ് എഡ്ജസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്ലൈൻ ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് നമുക്ക് പേര് കൊടുക്കാം.
ഡി ഡാഷ് ഇവിടെയാണോ വരുന്നത്? അടുത്തത് 3-4 എവിടെ വരുന്നത്? ഇവിടെയാണോ? അടുത്തത് 2-5 അതിവിടെ വരും. E' ഇവിടെ വരും. വരും ഇവിടെ. അപ്പം എല്ലാം അല്ല. ഇനി അടുത്ത പ്രൊസീജിയർ എന്താ? ഇതും കിട്ടിയ ഇനി അടുത്തെന്ത്? എല്ലാത്തിനും താഴേക്ക് ലൈൻസ് പ്രൊജക്റ്റ് ചെയ്യാം. ഇനി അതിന് മുമ്പായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൽ HP മുട്ടിയിരിക്കുന്നത്, അതായത് XY ലൈനിൽ മുട്ടിയിരിക്കുന്ന പോയിന്റ് ഏതാ? 3-4 അല്ലേ? അല്ലെ 3-4 നമുക്ക് പറയാം. 3-4. ഈ 3-4 എന്ന് പറയുന്നത് എന്താണ്? 3-4 എന്ന് പറയുന്നത് എന്താണ്? അത് ലാറ്ററൽ എഡ്ജ് ആണോ, ബേസ് എഡ്ജ് ആണോ, ലാറ്ററൽ ഫേസ് ആണോ, ബേസ് ആണോ, എന്താണത്? ലാറ്ററൽ എഡ്ജാണ് അല്ലേ? അതൊരു ലാറ്ററൽ എഡ്ജാണ്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന്. സോറി, ലാറ്ററൽ എഡ്ജ് ആണോ അത്? 3-4 ലാറ്ററൽ എഡ്ജ് ആണോ? എന്താണത്? ബേസ് എഡ്ജ് ആണ്. എന്നെ കൂടെ പറ്റി. 3-4 3-4 ബേസ് എഡ്ജ് ആണ്. ഓക്കെ, 3-4 ആയാലും 3-4 ആയാലും അത് ബേസ് എഡ്ജ് ആണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1, 2, 4, 5 എല്ലാം ബേസ് എഡ്ജുകളാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ 3-4 ഒരു ബേസ് എഡ്ജ് ആണ്. ഇപ്പം നമ്മൾ ചരിച്ചപ്പോൾ അതൊരു ബേസ് എഡ്ജിലല്ലേ തറയും മുട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സൈഡിൽ ബേസ് എഡ്ജ് കൊണ്ടുവന്നാൽ മതി. ഈ സൈഡിൽ ബേസ് എഡ്ജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചരിക്കുമ്പോഴതൊരു ബേസ് എഡ്ജിൽ തന്നെ റെസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഈ 3-4 ആണ് നമ്മുടെ റെസ്റ്റിംഗ് ബേസ് എഡ്ജ്, അതായത് തറയിൽ മുട്ടിയിരിക്കുന്ന ബേസ് എഡ്ജ് എന്ന് പറയുന്നത് ഈ 3-4 ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ? അതിന് ഡൗട്ടുണ്ടോ? അതിലെന്ത്? അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളാം കാര്യം, നമ്മളിത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. കാര്യം എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഈ സൈഡ് ബേസ് എഡ്ജ് കൊണ്ടുവന്നുകൊണ്ടാണ് അത് കിട്ടിയത്. ഇല്ലെങ്കിൽ നമുക്കത് കിട്ടത്തില്ലായിരുന്നു. നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുകയാണ്. പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം പാരലായിരിക്കണം. എല്ലാം ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളെല്ലാം സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ തൊട്ടോ എല്ലാ പോയിന്റുകളിൽ നിന്നും നമ്മൾ സൈഡിലേക്ക് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോയിന്റ്സിനെല്ലാം പേര് കൊടുക്കാം. ഓരോ പോയിന്റുകളായിട്ട് നമ്മൾ പേര് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് A.
ഓക്കെ, എ എവിടെ വരുന്നത് ഇതിൽ? ഇവിടെയാണോ? ഇതാണോ എ? ഇവിടത്തെ ഇതിൽ നിന്ന് വരുന്നു, ഇവിടത്തെ ഇതിൽ നിന്ന് വരുന്നു. അപ്പം രണ്ടുകൂടെ കൂട്ടുമുട്ടി അവിടെ എ. അടുത്ത പോയിന്റ് 1 എവിടെ വരുന്നു? ഇതിൽ 1 എവിടെ വരുന്നു? ഇതാണോ 1? അടുത്തത് 2 എവിടെ വരുന്നത്? ഇതാണോ 2? ഇത് 3 എവിടെ വരുന്നത്? ഇവിടെയാണോ? കറക്റ്റാണോ? 3 ഇവിടെ അല്ലേ ഒട്ടുന്നത്? തന്നല്ലോ. അതാണ്ട് ഇത് 3 ഇവിടെ നിന്ന് വരുന്നത്, ഇവിടുത്തെ 3 ഇതിൽ നിന്ന് വരുന്നത്. രണ്ടും പോയിട്ട് മൊത്തം ഈ പോയിന്റിലാണ്. 3 കറക്റ്റാണ്. അടുത്ത 4 ഇതും ഇവിടെ 4. അത് കറക്റ്റാണോ? ഇവിടെ 5 വരുന്നത്. ഓക്കെ, അപ്പം അതായി. ഇനി അടുത്ത വേണ്ടത് ബിയും സി ഒക്കെ വേണം. ബി വരുന്നത് ഇവിടുത്തെ ബി ഇതാണ്. ഇവിടെ കറക്റ്റാണോ? ഇത് സി. ഇവിടത്തേക്ക് സി വരും. ഇത് ഡി. ഓക്കെ, എല്ലാ പോയിന്റും ആയില്ലേ? എല്ലാ പോയിന്റും ആയോ? അടുത്തായിട്ട് നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അതിനു മുമ്പ് ഇതിൽ ഡോട്ടഡ് ലൈൻ ഏതൊക്കെയാണ് വരുന്നതെന്നൊന്ന് പറയാമോ? ഏതൊക്കെയായിരിക്കും നമുക്ക് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരുന്നത്? 3, 2, പിന്നെ 3, 4, 5, 4D, 3C. 3 ആണ് നമുക്ക് ഡോട്ടഡ് ലൈൻസ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം 1, 2, 2, 3, 3, 4, പിന്നെ 4, 5, 5, 1. 3 ആണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇനി നമ്മൾ അതേപോലെ ജോയിൻ ചെയ്യാൻ പോകുന്നത് എ ബി, ബി സി, സി ഡി, ഡി അത് കഴിഞ്ഞിട്ട് ഇനി ഏതൊക്കെ തമ്മിലാണ് ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളത്? 1A,
5B, 3C, 2B, 4. ഓക്കെ, എല്ലാം ജോയിൻ ചെയ്തു. ഇനി ഇതിൽ ഡോട്ടഡ് കൊടുക്കാനുള്ളത്. ഡോട്ടഡ് ലൈൻ വരുന്നത് 3-ന്നും 4-ന്നും പോകുന്ന എല്ലാ ഡോട്ടഡും. അപ്പം വരുന്നത് ഒന്ന് 3, 4 വരും. അതേപോലെ 3, 2, 4, 5, 4B, 3C. ഇത്രയാണ് നമുക്ക് ഡോട്ടഡ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പ് വ്യൂ കിട്ടിയത്. ക്ലിയർ ആണോ? ഇനി അടുത്തായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിനെ ഇൻക്ലൈൻ ചെയ്യണം. ഓക്കെ, വി പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. വി പി ആയിട്ട് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? വി പിയുമായിട്ട് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ബേസ് എഡ്ജ്. ഏത് ബേസ് എഡ്ജാണ് ചരിക്കേണ്ടത്? ഇതിലേത് ബേസ് എഡ്ജാണ് ചരിക്കേണ്ടത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ ബേസ് എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് ഈസ് റെസ്റ്റിംഗ്. ഏത് ബേസ് എഡ്ജാണോ തറയിൽ മുട്ടിയിരിക്കുന്നത് അതാണ് അതിൻ്റെ റെസ്റ്റിംഗ് എഡ്ജ്. അപ്പോൾ അത് തറയിൽ മുട്ടിയിരിക്കുന്ന എഡ്ജ് ഏതാണ്? ഏതാ? 3, 4 അല്ലേ? ഇവിടെ 3, 4 എവിടെ? ഇതാണ് 3, 4. കണ്ടോ? ഈ 3, 4 ഇപ്പം വി പി ആയിട്ട് എന്താണ്? ഇപ്പം ഈ 3, 4 എന്ന എഡ്ജ് അല്ലെങ്കിൽ ഈ വര വി പിയുമായിട്ട് എത്ര ഡിഗ്രി ആംഗിളിലാണ് ഇരിക്കുന്നത്? 90 ഡിഗ്രിയിലാണ്. നമുക്ക് എത്രയാണ് വേണ്ട? 50 ഡിഗ്രിയിൽ അതിനെ ഇൻക്ലൈൻ ചെയ്യണം. അപ്പം ഈ പടത്തിനെ നമ്മൾ ചരിക്കണം. ചരിക്കുമ്പോൾ എങ്ങനെ വരണം? ഈ 3, 4 എന്ന വര ഈ 50 ഡിഗ്രിയിലെ ലൈനിൽ വരുന്ന രീതിയിൽ ഇൻക്ലൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടോ എങ്ങനെ വരയ്ക്കുന്നതെന്നൊക്കെ? അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ 3, 4 എന്ന ലൈനെ ഇതിലോട്ടങ്ങ് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഓക്കെ, ആദ്യം നമ്മൾ 3, 4 എന്ന ലൈനെ ഇതിലോട്ട് വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പോയിൻ്റാണ് കിട്ടി. ഈ 3-യും ഈ 4-ഉം ഇവിടെ കിട്ടി. നമുക്ക് അതിൻ്റെ പേര് നമുക്ക് തൽക്കാലം ഇവിടെ കൊടുത്തിടാം. 3-യും 4-ഉം കിട്ടി. അപ്പോൾ 3, 4 കിട്ടി. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ലൈൻ വരയ്ക്കാം. ഈ കാണിച്ചിരിക്കുന്ന ഈ പ്രൊജക്ഷൻ ലൈൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ആ ലൈൻ ഞാനങ്ങ് വരയ്ക്കുകയാണ്. ഇനി അതേപോലെ ഈ 3 കൂടെയുള്ള ലൈനും നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പം ഈ വരയും ഈ ലൈനുമാണ് ഞാൻ വരച്ചത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഈ ഒരു ലൈൻ പോയിരിക്കുന്നത് അല്ലേ? ഈ ഒരു ലൈൻ പോയിരിക്കുന്നത് രണ്ട് ഇടയിൽ കൂടെ അല്ലേ? കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ആ ലൈൻ നമുക്ക് വരയ്ക്കാമല്ലോ. കേട്ടില്ല? ഔട്ടർ റെക്റ്റാങ്കിൾ വരയ്ക്കാം. കാര്യം നേരത്തെ നമുക്ക് ആ വെളിയിലത്തെ പോയിൻ്റാണ് ഡയറക്റ്റ്ലി കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ അകത്തപ്പം നമുക്ക് ഈ ഒരു ലൈനിനെ വെച്ചുകൊണ്ടേ ബാക്കി വരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലൈൻ വരച്ചു.
നടുക്കത്തിലായി വരച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇത് വരയ്ക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3-4 നമ്മുടെ റെഫറൻസ് ലൈനായിട്ട് വന്നിരിക്കുന്നത്. ഈ 3-4 ചരിക്കേണ്ടത്. നേരത്തെ നമുക്ക് ആക്സിസ് ചരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ആക്സിസ് ആകുമ്പോൾ നമുക്ക് ഈ നടുക്കളത്തെ വരെയാണ് നമ്മൾ ആദ്യം വരച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് 3-4 എന്ന ലൈനാണ് ചരിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ 3-4 എടുത്തത്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ഇതിനൊരു ഇന്ന മെത്തേഡിൽ ചെയ്യണമെന്നൊന്നും എങ്ങുമില്ല. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള പോലെ എടുക്കും. ഇപ്പോൾ എനിക്ക് ഈ വര വരച്ചാൽ എനിക്ക് ഇത് കിട്ടും, ഇത് കിട്ടും, ഇത് കിട്ടും. അതിൽ നിന്ന് ഞാൻ ബാക്കിയുള്ള വരകളെല്ലാം കണ്ടുപിടിച്ചെടുക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. അതിനുശേഷം എനിക്കിത് ഈ പോയിന്റ് ചെയ്ത് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അറിയാമല്ലോ, ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എനിക്കറിയാമല്ലോ, ഈ ഡിസ്റ്റൻസ്. ഹലോ, കാണുന്നുണ്ടോ? പറഞ്ഞു. അതെ, അതിൽ റെക്റ്റാങ്കിളാണ് വരച്ചത്. വരയ്ക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ അതിനാദ്യം വേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ ലൈനാണ് ഇവിടെ വരച്ചതല്ലേ, ഈ ലൈനല്ലേ വരച്ചത്. ഈ ലൈൻ വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുത്താൽ ഇവിടുത്തെ ലൈൻ കിട്ടും. പിന്നെ ഈ പോയിന്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുത്താൽ ഈ വെളിയിലത്തെ ലൈൻ കിട്ടും. അതേപോലെ 3 ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്താൽ ഈ വെളിയിലത്തെ ഡിസ്റ്റൻസ് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുത്താൽ ഇത് കിട്ടും. ഇത്രയും വെച്ച് നിങ്ങൾക്ക് ഔട്ടർ റെക്റ്റാങ്കിൾ വരയ്ക്കാം. അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അതിന് പ്രത്യേകിച്ച് പ്രൊസീജിയറൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ വരയ്ക്കാം. ഓക്കെ, അടുത്തത് ഈ ലൈനാണ് കേട്ടോ. ഈ 5 പോയിരിക്കുന്ന ഓറഞ്ച് ലൈൻ കണ്ടോ, അതാണ് ഞാൻ എന്താ ഇവിടെ വരച്ചത്. അതാ ഈ 4 നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ആ ഡിസ്റ്റൻസിൽ ഞാനിതിനെ വരയ്ക്കുക, ഈ ലൈൻ. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ലൈൻ എനിക്കിപ്പോൾ ഇവിടെ ഉണ്ട്. 3-4 ലൈൻ എനിക്കിവിടെ ഉണ്ട്. അടുത്ത് ഇനി ഇരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, അത് ഈ കാണുന്ന ലൈൻ, ഇത് പടത്തിൽ കാണുന്നുണ്ടോ? എന്ന പോയിന്റ് ഇരിക്കുന്ന ഈ ലൈൻ, ആ ഡിസ്റ്റൻസ് എനിക്ക് മാർക്ക് ചെയ്യാം. അതെങ്ങനെ മാർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ, എനിക്കിതാ ഈ സെൻട്രൽ ലൈൻ ഇവിടെ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ സെൻട്രൽ പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലേ, അതിവിടെ വരെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എ എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, കിട്ടി. ഇനി ആ പോയിന്റിൽ നിന്ന് ഈ 1 വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, അത് വരയ്ക്കുക. 1 അങ്ങ് വരച്ചിടുക. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എ എന്ന പോയിന്റ് കിട്ടി. അവിടെ നിന്ന് A1 ഡിസ്റ്റൻസ് മേലോട്ടങ്ങ് വരച്ചു. അപ്പോൾ എനിക്ക് 1 കിട്ടി. അപ്പോൾ എയും കിട്ടി, 1 കിട്ടി. കിട്ടിയില്ലേ? അപ്പം ഞാൻ പേരുടെ കൊടുത്തുള്ളൂ 1, അതേപോലെ തന്നെ എ. ഇത് ഇതേ മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വരയ്ക്കാം. ഇത് ജസ്റ്റ് ഈ ഫിഗർ അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനൊരു രീതി ചെയ്തു, നിങ്ങൾക്ക് വേറെ രീതി ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് ഈ 2-3 നിൽക്കുന്ന ലൈൻ കണ്ടോ, 2-3 നിൽക്കുന്ന ഈ ലൈൻ. അപ്പം എയിൽ നിന്ന് 2-3 നിൽക്കുന്ന ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് ഞാൻ അവിടെ 2-3 എന്ന ലൈനും 2-3 വരുന്ന ലൈനും മാർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ തൽക്കാലം പേരുകളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ലൈൻസ് മാത്രം വരച്ച് പോവേണ്ടേ. നേരത്തെ ലൈൻ ഉണ്ട്, അതും കൂടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം എനിക്ക് എന്തായി, ഒരുവിധപ്പെട്ട ഈ സൈഡിലോട്ടുള്ള ലൈൻസ് എല്ലാം കിട്ടി. ഇനി ഇതേപോലെ തന്നെ ബാക്കിലോട്ട് ഈ ഒരു ലൈനും കൂടെ വേണം. ഈ ഒരു ലൈനിൻ്റെയും കൂടെ ആവശ്യമുണ്ട് നമുക്ക്. ഈ 5 വരുന്ന ലൈനും കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. അത് നമ്മൾ ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം എല്ലാ പോയിന്റുകളും ആയല്ലോ. എല്ലാ പോയിന്റും ആയോ? അതോ ഇനി എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ ഇതിൽ? മിസ്സിംഗ് ഉണ്ടല്ലോ. CD ലൈൻ കിട്ടിയായിരുന്നു. CD ഇരിക്കുന്ന ആ ലൈൻ നമ്മൾ വരച്ചില്ലായിരുന്നല്ലോ, അതും കൂടെ വരയ്ക്കണം. ഒരു ലൈനും നമ്മൾ മിസ്സാക്കാൻ പാടില്ല, എല്ലാ ലൈൻസും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും മിസ്സായി പോയാൽ പിന്നെ അവസാനം ഫിഗറിൽ മിസ്റ്റേക്ക് വരും. ഓക്കെ, ഇപ്പം ഏകദേശം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം പേര് കൊടുക്കാൻ പോവുകയാണ്. 1 കിട്ടി, 2 ഇവിടെ 3 കിട്ടി, 4 കിട്ടി, ഇനി 5 വേണം. അപ്പോൾ 1, 2, 3, 4 എല്ലാം കിട്ടി. ഇനി അടുത്ത ABCD
ബി എവിടെ വരുന്നത്? ബി ഇവിടെയാണല്ലേ. ബി വരും. സി വരുന്നത് ഡി ഇവിടെ വരും. ഓക്കെ, എല്ലാ പോയിന്റും കിട്ടിയല്ലോ. എ ബി സി ഡി 1 2 3 4 എല്ലാം കിട്ടി. ഇനി അത് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഇതെല്ലാവരും വരച്ചു തന്നു. അതേപോലെ തന്നെ എ ബി ജോയിൻ ചെയ്യുക, സി ജോയിൻ ചെയ്യുക, സി ഡി, അതേപോലെ 1 2 2 3 അതും ജോയിൻ ചെയ്യും. സോറി, 1A 2B 5E 4D 3C. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ സെയിം സാധനങ്ങൾ ഇവിടെയും ഡോട്ടഡ് വരും. അപ്പം 5 4 വരും, 3 2 വരും, 3C വരും, 4D വരും. ഇത്രയും കൂടെ ഡോട്ടഡ് വരും. ഓക്കെ, അപ്പോൾ അത് ഇൻക്ലൈൻ ചെയ്ത ഫിഗർ കിട്ടി. ഇനി അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതിനെ മേലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, അതേപോലെ ഈ സൈഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ഫിഗറും കിട്ടും. ഓക്കെ, ഇതെല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് തന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടോ വരച്ചതിൽ? ഓക്കെ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും.
എല്ലാവരും ഇത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്സും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഡോട്ടഡ് ലൈൻസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് പറയാമോ? ഇതിൽ ഏതൊക്കെയാണ് ഡോട്ടഡ് ലൈൻസ് വരുന്നതെന്ന് പറയാം. ഇപ്പോൾ ഡോട്ടഡ് ലൈൻ വരാനായിട്ട് ഇവിടെ എക്സ് വൈ ലൈൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ 5 നിന്ന് പോകുന്ന എല്ലാം ഡോട്ടഡ് ആയിരിക്കും. 5 നിന്ന് പോകുന്ന ലൈൻസ് ഏതൊക്കെയാണ്? 5-1 വരും, 5-4 വരും, 5E വരും. ഇത്രയും ഡോട്ടഡ് വരും. ബാക്കിയെല്ലാം ഡാർക്ക് ലൈൻസ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത്.